മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുമായുള്ള ആശയവിനിമയം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ ഭരണാധികാരിയുമായി പ്രധാനമന്ത്രി ടെലിഫോണിൽ സംസാരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ UAE, ഇസ്രയേൽ, സൗദി അറേബ്യ, ജോർദാൻ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. വിനീത VG വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ ഒട്ടനവധി ഇന്ത്യക്കാരുള്ളതാണ് ഈ ഗൾഫ് മേഖലയിൽ. രാജ്യം നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തെ ഇന്ത്യ വിലയിരുത്തുന്നത് വിനീത? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ UAE, ഇസ്രായേൽ, സൗദി അറേബ്യ, ജോർദാൻ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തിയത്. ആ മേഖലകളിലുള്ള അതത് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ അവരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ ഖത്തർ ഭരണാധികാരിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുകയാണ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ഥാനിയുമായാണ് പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചത്. ഖത്തറിനെതിരായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി അപലപിച്ചു. ഒപ്പം തന്നെ ഇന്ത്യൻ സമൂഹത്തിന് ഖത്തർ നൽകിയ കരുതലിനും പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാൻ ഭരണാധികാരി ഹൈതം ബിൻ താരിഖ്, കുവൈറ്റ് കിരീടാവകാശിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണങ്ങളിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യക്കാരുടെ ക്ഷേമവും സുരക്ഷയും ഈ സംഭാഷണത്തിൽ ചർച്ച ചെയ്തുവെന്നും ആണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 8 രാജ്യങ്ങളിലെ ഭരണാധികാരികളും നേതാക്കളുമായാണ് അദ്ദേഹം ഫോണിൽ സംസാരിച്ചത്. എല്ലാ മേഖലയിലുമുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമം ഉറപ്പാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ എംബസി മുഖാന്തരം ഒക്കെ തന്നെ അതത് മേഖലയിലുള്ള ഇന്ത്യൻ വംശജർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകി വരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ രാജ്യങ്ങളിലെ നേതാക്കളും ഭരണാധികാരികളും ഒക്കെയായി അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നത്. ഉന്മേഷ്, ശരി. വിനീത VGയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.